UDF ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ സ്ത്രീകൾക്ക് നീതി തരാൻ പോകുന്നത്? അതായത് അവർ ഒരു പക്ഷേ UDF ഭരണത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു അതിജീവിത കോടതിയിൽ ഇതുപോലൊരു ആവശ്യവുമായി ചെല്ലുമ്പോൾ പിന്നീട് UDF ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് UDFിൻ്റെ വാക്കുകളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് KPCC അദ്ദേഹത്തെ തള്ളി എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷേ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ്, സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ന്യൂ ജനറേഷനുള്ള കുറച്ച് ആൺകുട്ടികളല്ലാതെ വേറെ ആരാണ് അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്? ആരും ഉയർത്തിയില്ല. ഇവിടെ വലിയ 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 സ്റ്റാർസ് എന്ന് പറയുന്ന ഒരാൾ പോലും അവൾക്ക് വേണ്ടി, അവരാരും അവളെ കാണാനും പോയിട്ടില്ല. അവരാരും അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളോടൊപ്പം എന്നൊരു പോസ്റ്റ് അവരാരും ഇട്ടിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ UDF അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമ്മളിപ്പോൾ അങ്ങേയറ്റം സമൂഹവും മാധ്യമങ്ങളും കത്തിച്ചപ്പോഴാണ് മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പോലും ഒടുവിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. പക്ഷെ അത് ഒരു വളരെ ദയനീയമാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയൊക്കെ അങ്ങനെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശുദ്ധ വിവരമില്ലായ്മയും അതിനോടൊപ്പം ഞങ്ങളെപ്പോഴും വേട്ടക്കാരോടൊപ്പമാണെന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. അതെ 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 അത് അങ്ങനെ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് അങ്ങനെയല്ല. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അയാൾ എൻ്റെ സുഹൃത്താണ്. വളരെ വർഷം എനിക്ക് ആ കുട്ടിയെ പരിചയമൊന്നുമില്ല. ആ കുട്ടിക്ക് സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അയാൾ എൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം, നമ്മൾ ചിന്തിക്കണം.